الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. قل لن يصيبنا إلا ما كتب الله لنا هو مولانا، وعلى الله فليتوكل المؤمنون. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ സന്ദർഭങ്ങളിലും, പ്രത്യേകിച്ചും രഹസ്യ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം മുന്നോട്ട് നയിക്കണേ എന്ന് ആമുഖമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പാരത്രിക ലോകത്ത് അമ്പിയാക്കളോടും ഔലിയാക്കളോടും സ്വാലിഹുകളോടും ശുഹദാക്കളോടുമൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രബോധനവുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമുക്കുള്ള മാതൃക, പ്രബോധനത്തിൻ്റെ മാർഗത്തിൽ നാം കാത്തു സൂക്ഷിക്കേണ്ട മര്യാദകൾ, അതിലൊക്കെ ഇബ്രാഹിം നബിയുടെ പ്രബോധന വഴിയിൽ നിന്നും ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട പാഠങ്ങൾ എന്ത് എന്നുള്ളതാണ് കഴിഞ്ഞ ഖുതുബയിലൂടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. പ്രബോധനത്തിൻ്റെ മേഖലകളിലേക്ക് ഏർപ്പെടുമ്പോൾ
അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നാം ആളുകളെ ക്ഷണിക്കുമ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ പ്രബോധനത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ അത്തരം പ്രതിസന്ധികൾ അദ്ദേഹം അനുഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആ വിഷയങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പിതാവിനോട് പ്രബോധനം നടത്തുന്ന സന്ദർഭത്തിൽ തന്നെ നീ അവസാനിപ്പിക്കണം ഈ വർത്തമാനം, ഇത് നീ അവസാനിപ്പിക്കുന്നില്ല എങ്കിൽ എന്റെ ആരാധ്യന്മാരെ ആക്ഷേപിച്ചുകൊണ്ടും നിന്റെ ആരാധ്യന്റെ മേൽക്കോയ്മകൾ പറഞ്ഞുകൊണ്ടുമുള്ള ഈ ഒരു സംസാരമുണ്ടല്ലോ. ഖാല അറാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം ലഇൻ ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയ. എന്നെ വിട്ടു നീ പോകണം, ഇത് നീ അവസാനിപ്പിക്കണം, നിന്നെ ഞാൻ എറിഞ്ഞോടിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ തന്റെ പിതാവ് വീട്ടിൽ നിന്നും പുറത്താക്കുന്ന രംഗം ഖുർആനിലുണ്ട്. പ്രബോധനത്തിന്റെ ആദ്യ നാളുകളിലാണ്. പക്ഷെ അദ്ദേഹം അത് അവിടെ അവസാനിപ്പിക്കുന്നില്ല. തന്റെ ജനങ്ങളിലേക്ക്, സമൂഹത്തിലേക്ക്, രാജാവിന്റെ സമീപത്ത് ചെന്നുവരെ ഈ തൗഹീദിന്റെ ശബ്ദം മുഴക്കാൻ ഭയാശങ്കകളൊന്നും തന്നെ ഇല്ലാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തുനിയുകയാണ്. അത്തരം സന്ദർഭങ്ങളിലൊക്കെ തന്നെ നമുക്ക് ഊഹിക്കാൻ പോലും സാധിക്കാത്ത രൂപത്തിലുള്ള പ്രതിസന്ധികളാണ്, പരീക്ഷണങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്, പീഡനങ്ങളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അനുഭവപ്പെടുന്നത്. നമ്മളും പ്രബോധനം ചെയ്യാറുണ്ട്, നമ്മളും പ്രബോധനത്തിന്റെ വഴിയിൽ പ്രവർത്തിക്കാറുണ്ട്. ആരെങ്കിലും എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ഒരു പ്രയാസമുണ്ട് എന്ന് തോന്നുന്നതിന് മുമ്പേ അതൊക്കെ അവസാനിപ്പിച്ച് ഇപ്പൊ തൽക്കാലം ഇതിനൊന്നും നിൽക്കേണ്ടതില്ല, നമ്മളായിട്ട് എന്തിനാണ് എന്നൊക്കെ സ്വയം തോന്നുകയും മറ്റുള്ളവരോട് പറയുകയും ചെയ്ത് അത്തരം പ്രബോധന മാർഗങ്ങളിൽ നിന്നൊക്കെ ഉൾവലിയുന്ന ഒരു പതിവാണ് നമുക്കുള്ളത്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാർഗങ്ങളെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു പാഠം, പ്രതിസന്ധികൾ ഉണ്ടാകും. മടങ്ങിപ്പോവുകയല്ല, അവസാനിപ്പിക്കുകയല്ല, ഉൾവലിയുകയല്ല, മറിച്ച് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് വീണ്ടും ദഅവാ പ്രവർത്തനങ്ങളിൽ സജീവമാവുക എന്നുള്ളത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഏറ്റവും മഹത്തായ ഒരു പാഠമാണ്. അത്തരം സന്ദർഭങ്ങളിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും. ആളുകൾ വലിയ അഗ്നികുണ്ഡങ്ങൾ ഒരുമിച്ച് കൂട്ടി. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആളുകൾ പറഞ്ഞു, ഖാലു ഹരിഖൂഹു വൻസുറൂ ആലിഹതകും ഇൻ കുൻതും ഫാഇലീൻ. ഇബ്രാഹിം നബിയെ നിങ്ങൾ കരിച്ചു കളയുക, വലിയ തീക്കുണ്ടാരം ഏർപ്പെടുത്തിയിട്ട് ആ തീക്കുണ്ടാരത്തിലേക്ക് പ്രവേശിപ്പിച്ച് അവനെ കരിച്ചു ഇല്ലാതാക്കി കളയുക. അല്ലേ? അങ്ങനെയാണല്ലോ നന്മയെ. അത്തരം വാദങ്ങളെ, ന്യായങ്ങളെ, മറുന്യായങ്ങളെ കൊണ്ട് എതിർക്കാൻ സാധിക്കില്ല എന്ന് തോന്നുമ്പോ പിന്നെന്താ ചെയ്യാം? പിന്നെ ഇല്ലാതാക്കി കളയാം, ആക്രമിക്കാം. മുട്ടയേറും, സ്റ്റേജ് കയ്യേറലും, അത്തരത്തിൽ അക്രമാസക്തമാവുക. ഏറ്റവും നല്ല ആരോഗ്യപരമായ ഒരു ചർച്ച നടത്താനുള്ള ആദർശം നമ്മുടെ കയ്യിലില്ല എന്ന് തോന്നുമ്പോ ശത്രുക്കൾ ഏത് കാലത്തും കൊണ്ടു നടന്ന ഒരു പദ്ധതിയാണ് മറ്റുള്ളവരെ ആക്രമിക്കുക, അവിടെ ചെന്ന് ബഹളം വെക്കുക, അവിടെ അത്തരം പരിപാടികളൊക്കെ കുളമാക്കുക എന്ന് നമ്മൾ നാടൻ ഭാഷയിൽ പറയാണ്. ഇത് ഇന്നും നിലയിൽ തുടങ്ങിയതല്ല. തൗഹീദിന്റെ ശബ്ദം എവിടെയൊക്കെ മുഴങ്ങിയിട്ടുണ്ടോ അവിടെയൊക്കെ ഇത്തരം മറുശബ്ദങ്ങൾ, അക്രമങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമി അടക്കമുള്ള സർവ്വ പ്രവാചകന്മാരുടെ പ്രബോധന ചരിത്രങ്ങളും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം പീഡനങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ ഉണ്ടായപ്പോ അദ്ദേഹത്തിന്റെ സമീപനം എന്തായിരുന്നു എന്നാണ് നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മനസ്സിലാക്കിയതായിട്ട് നമുക്ക് കാണാം. അദ്ദേഹം പറഞ്ഞു, ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ ഖാലഹാ ഇബ്രാഹിം ഹീന ഉൽഖിയ ഫിന്നാർ. ആ തീക്കുണ്ടാരത്തിലേക്ക് ആളുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കരിച്ചു കളയാൻ വേണ്ടി എറിഞ്ഞപ്പോ ഇബ്രാഹിം നബി പറഞ്ഞ വർത്തമാനം എന്താണ്?
ഹസ്ബിയല്ലാഹ് ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ. എനിക്കെന്റെ അല്ലാഹ് മതി, ഞാൻ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നു. ഈ പ്രബോധനത്തിൽ നിന്ന് ഞാൻ മാറിപ്പോവുകയല്ല, ഇത് ഞാൻ അവസാനിപ്പിക്കുകയല്ല. മറിച്ച് ഏതൊരു റബ്ബിന്റെ ആദർശം പ്രബോധനം ചെയ്യുന്ന സന്ദർഭത്തിലാണോ എനിക്ക് ഈ പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത്, ഈ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുള്ളത്, ഞാൻ അത് സഹിക്കാനും ക്ഷമിക്കാനും തയ്യാറാണ്. ആ റബ്ബിലേക്ക് ഞാനിതാ തവക്കുലാക്കുന്നു, ഭരമേൽപ്പിക്കുന്നു. അവൻ മതി എനിക്ക് ഭരമേൽപ്പിക്കാൻ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അത്തരത്തിലുള്ള ഒരു ഈമാൻ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണമെന്നാണ് ഒന്നാമതായി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ സന്ദർഭത്തിൽ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സമീപത്തേക്ക് വരുന്നുണ്ട്. ജിബ്രീൽ വന്നിട്ട് ചോദിച്ചു, അല്ല ഇബ്രാഹിം, എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇവര് തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ എന്തെങ്കിലും സഹായം ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അമ്മ ഇലൈക ഫല. വേണ്ട ജിബ്രീലെ, താങ്കളുടെ സഹായം എനിക്ക് ആവശ്യമില്ല. എനിക്ക് വേണ്ടവന്റെ സഹായം ഞാൻ തേടിയിട്ടുണ്ട്, അവനിൽ ഞാൻ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. അങ്ങയുടെ സഹായം എനിക്ക് ആവശ്യമില്ല എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറയുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ചരിത്രത്തിൽ നമ്മൾ കാണുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രതിസന്ധികൾ ഉണ്ടാകും, ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകും, റഹ്മാനായ റബ്ബിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഇത്തരം സന്ദർഭങ്ങളെ ഒരു മുഅ്മിൻ എന്ന നിലക്ക് ഞാനും നിങ്ങളും എങ്ങനെ സമീപിക്കുന്നു എന്നറിയാൻ അള്ളാഹുവിന്റെ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോയോ നോക്കൂ, അള്ളാഹു പറഞ്ഞു, സൂറത്തുൽ അംബിയാഇന്റെ 68 മുതലുള്ള വചനങ്ങളാണ് ഞാൻ ഓതി വെച്ചത്. അള്ളാഹു പറഞ്ഞു, ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം വഅറാദൂ ബിഹി കൈദൻ ഫജഅൽനാഹുൽ അഖ്സരീൻ. നാം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അവര് തീക്കുണ്ടാരത്തിൽ ഇട്ടപ്പോ അള്ളാഹുവിൽ അദ്ദേഹം ഭരമേൽപ്പിച്ചപ്പോ നാം പറഞ്ഞു, യാ നാറു കൂനി. ആരോടാ പറയുന്നത്? അഗ്നിയോടാണ് അള്ളാഹുവിന്റെ കൽപ്പന. അള്ളാഹുവാണ് അഗ്നിയുടെ ചൂടെന്ന കരിക്കുക എന്ന ആ സ്വഭാവം നൽകിയിട്ടുള്ളത് റഹ്മാനായ റബ്ബാണ്. അതിന്റെ സ്വഭാവത്തെ മാറ്റാൻ കഴിവുള്ള റഹ്മാനായ റബ്ബ് അഗ്നിയോട് പറഞ്ഞു, യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിം നബിക്ക് നീ തണുപ്പും സമാധാനവും രക്ഷയും നൽകുക. അദ്ദേഹത്തിനൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, അദ്ദേഹത്തിനൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും. സുഖം മാത്രമല്ല ഈ ജീവിതം, ദുഃഖങ്ങൾ ഉണ്ടാകും, സങ്കടങ്ങൾ ഉണ്ടാകും. അത്തരം സന്ദർഭങ്ങളിൽ തളർന്നു പോകാതെ, പതറിപ്പോകാതെ, മാനസികമായി തളർന്നു പോകാതെ റഹ്മാനായ റബ്ബിലേക്ക് ഞാൻ എന്റെ പ്രശ്നങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ എനിക്കൊരു പരിഹാരം തരുമെന്ന ഉറച്ച വിശ്വാസമാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നമുക്കുണ്ടോ അങ്ങനത്തെ ഒരു ഈമാൻ? അള്ളാഹുവിനെ അറിയണം, അള്ളാഹു ആരാണ് എന്നറിയണം. അള്ളാഹുവിന്റെ ഇത്തരത്തിലുള്ള ഇടപെടലുകളുടെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കണം. വിശുദ്ധ ഖുർആനിന്റെ ചരിത്രങ്ങളിലൂടെ, ആയത്തുകളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കണം. പ്രവാചകന്മാർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടായപ്പോ, മഹാന്മാർക്ക് പ്രതിസന്ധികൾ ഉണ്ടായപ്പോ അള്ളാഹുവിന്റെ ഇടപെടലുകളെ തൊട്ടറിഞ്ഞാൽ, സഹോദരങ്ങളെ, ആ ഈമാൻ നമ്മളും കരസ്ഥമാക്കിയാൽ നമ്മുടെ പ്രശ്നങ്ങൾ അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോ നമ്മുടെ പ്രശ്നങ്ങളിലും ആ റബ്ബ് നമ്മുടെ പ്രശ്നങ്ങളും ഏറ്റെടുക്കുമെന്നും നമ്മുടെ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നുള്ള ഒരു അറിവും ഈമാനുമാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. ഇബ്രാഹിം നബിയുടെ ചരിത്രം പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഈമാനിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നമ്മൾ തുനിയേണ്ടതില്ല. അദ്ദേഹത്തിന്റെ ഈമാൻ അള്ളാഹ് പരീക്ഷിച്ചറിഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ ഈമാനിന്റെ സർട്ടിഫിക്കറ്റ് അള്ളാഹ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ ചരിത്രത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളേണ്ടവരും ആ ചരിത്രത്തിൽ നിന്ന് ഈമാൻ ഉൾക്കൊള്ളേണ്ടവരും നാമാണ്. പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ നമ്മൾ പാഠം ഉൾക്കൊള്ളണം. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ വർത്തമാനം പറയുന്നുണ്ട്. ഉഹദിന്റെ രണാങ്കണത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായി, ചരിത്രം നമുക്കറിയാം. ഏറെ പ്രയാസപ്പെട്ട്, ശത്രുക്കളാൽ ആക്രമിക്കപ്പെട്ട് ആ അമ്പെയ്ത്തുകാരൊക്കെ ആ കുന്നിന്റെ താഴോട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ മറുഭാഗത്തിലൂടെ കുന്നിലേക്ക് കയറി അമ്പെയ്ത്തുകാരിൽ ബാക്കിയുള്ളവരെ വധിക്കുകയും മുസ്ലിങ്ങളിൽ ഒരുപാട് ആളുകളെ പരിക്കേൽപ്പിക്കുകയും ഒരുപാട് ആൾ വധിക്കപ്പെടുകയും ഒക്കെ ചെയ്തപ്പോ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും പരിക്കുകളേറ്റ് മുറിവുകളേറ്റ് എല്ലാവരും പ്രയാസപ്പെട്ടിങ്ങനെ നിൽക്കുന്ന സമയത്തതാ ആളുകൾ കടന്നു വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആലി ഇംറാന്റെ 173-ാമത്തെ വചനത്തിൽ അത് എടുത്തു പറയുന്നുണ്ട്. എന്താ പറഞ്ഞത്? ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ വഖാലൂ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. പ്രവാചകന്റെ സമീപത്തേക്ക്, സ്വഹാബത്തിന്റെ സമീപത്തേക്ക് ദാ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. പ്രയാസപ്പെട്ടിരിക്കാൻ, പരിക്കു പറ്റിയിരിക്കാൻ, സങ്കടത്തോടെ ഇരിക്കാൻ, ഇനി എന്തെന്നറിയാതിരിക്കാൻ. അവരോടാ പറയുന്നത്, ഇതാ ഖദ് ജമഉ ലക്കും ഇന്നന്നാസ ഖദ് ജമഉ ലക്കും. ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, അവരൊന്നുകൂടെ മടങ്ങി വരാൻ, നിങ്ങൾ ആക്രമിക്കാൻ അവർ പദ്ധതിയിടുന്നുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. ഫഖ്ശൗഹും, ഭയപ്പെടണം. അപ്പൊ പ്രവാചകന്റെയും അനുയായികളുടെയും മറുപടി എന്താ? ഫസാദഹും ഈമാനാ, അവർക്കതാ ഈമാൻ വർദ്ധിക്കുകയാണ്. വഖാലൂ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബുണ്ട്. ഞങ്ങള് അവരെ പേടിക്കുന്നവരല്ല, അവരെ ഭയപ്പെടുന്നവരല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബുണ്ട്. ഇതാണ് തവക്കുൽ. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ ഇത്തരം വിഷയങ്ങളിൽ അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കാനും സമചിത്തതയോടുകൂടെ മുന്നോട്ട് പോകുവാനും എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. നോക്കൂ, അള്ളാഹു പറഞ്ഞതെന്താ? വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത്. വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ, ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടാകുമ്പോ, വേദനകൾ ഉണ്ടാകുമ്പോ, രോഗങ്ങൾ ഉണ്ടാകുമ്പോ, സാമ്പത്തികമായ പ്രതിസന്ധികൾ അനുഭവപ്പെടുമ്പോ, മാനസികമായ അസ്വസ്ഥതകളും സങ്കടങ്ങളും അനുഭവപ്പെടുമ്പോ, ഇതൊക്കെ മനുഷ്യ ജീവിതത്തിൽ സ്വാഭാവികമാണ്. ഇതൊന്നുമില്ലാത്തൊരു ജീവിതം ദുനിയാവിൽ ഉണ്ടാകൂല. എനിക്കെന്താ ഇങ്ങനെ, എന്റെ രോഗം എന്താ മാറാത്തത്, എന്റെ സാമ്പത്തിക പ്രതിസന്ധി എന്താ അവസാനിക്കാത്തത്, എന്താണ് എന്റെ കുടുംബത്തിൽ എങ്ങനെ പ്രശ്നം, എന്റെ മകൾക്ക് ജോലി കിട്ടാത്തത്, എന്റെ മകന് ജോലി കിട്ടാത്തത്, എന്റെ മക്കളുടെ വിവാഹം ശരിയാവാത്തത്, എന്റെ വീട് പണി പൂർത്തിയാവാത്തത്, ഇല്ലേ? ഒരുപാട് പ്രശ്നങ്ങളാണ്. ദുനിയാവ് അങ്ങനെയാണ്. ദുനിയാവ് സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉള്ള ഒരു ലോകമാണിത്. അതിന്റെ ഇടയ്ക്ക് കുറച്ച് സന്തോഷങ്ങളും സുഖങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷെ പരലോകമാണ് നിത്യ സൗഖ്യത്തിന്റെ ഗേഹമെന്ന നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നത്. അവിടെ ദുഃഖങ്ങളില്ല, അവിടെ സങ്കടങ്ങളില്ല, അവിടെ വേദനകളില്ല, അവിടെ പ്രയാസങ്ങളില്ല. പക്ഷെ ഇത് ദുനിയാവാണെന്ന് നമ്മൾ മറന്നു പോകരുത്. ഈ ദുനിയാവിൽ അത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത്. മരണമില്ലാത്ത, ഒരിക്കലും മരിച്ചു പോകാത്ത, നിത്യമായി ജീവിക്കുന്ന റഹ്മാനായ റബ്ബിലേക്ക് നിങ്ങൾ ഭരമേൽപ്പിക്കണം. നിങ്ങൾക്ക് സങ്കടങ്ങളുണ്ടോ? ജീവിച്ചിരിക്കുന്ന റബ്ബിലേക്കാണ്. ഫതവക്കൽ അലൽ ഹയ്യ്. ജീവിക്കുന്ന റബ്ബിലേക്കാണ് നിങ്ങൾ ഭരമേൽപ്പിക്കേണ്ടത്. ലാ യമൂത്. അവന് മരണമില്ല. ഒന്നുകൂടെ മനസ്സിലാക്കണം, മരിച്ചവരിലേക്കല്ല ഭരമേൽപ്പിക്കേണ്ടത്, ജീവനുള്ള റബ്ബിലേക്കാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്. പലർക്കും സങ്കടങ്ങൾ ഉണ്ടാകുമ്പോ അള്ളാഹുവിനെ മറന്നുപോകുന്നു. പലരും അള്ളാഹുവിനെ വിസ്മരിച്ചു പോകുന്നു. അതുവരെ കുഴപ്പമില്ല, നല്ല സുഖമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നു. എന്തൊക്കെയാണ് വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോ അൽഹംദുലില്ലാ സുഖം തന്നെയാണ്. ആള് പള്ളിയിലേക്കൊക്കെ വരുന്നുണ്ട്, നിസ്കരിക്കാൻ പള്ളിയിലുണ്ട്. ഒരു രോഗം വന്നാലോ, ഒരു പ്രതിസന്ധി വന്നാലോ, ഒരു സാമ്പത്തികമായിട്ട് അയാളുടെ ബിസിനസ് ഇങ്ങനെ ഉയർന്നു പോകുന്നു, പെട്ടെന്ന് അതിന്റെ ഗ്രാഫ് ഒന്ന് കുത്തനെ താഴേക്ക് വന്നാൽ ആ മനുഷ്യൻ പതറിപ്പോവുകയാണ്, മാനസികമായി തളർന്നു പോകുന്നു, തകർന്നു പോകുന്നു. ഇനി ആത്മഹത്യയെ കുറിച്ച് ആലോചിക്കുന്നു ആര്? 5 വക്ത് അല്ലാഹുവിന്റെ പള്ളിയിൽ വന്ന് ദുആ ചെയ്തവൻ, നമസ്കരിച്ചവൻ, ഖുർആൻ പാരായണം ചെയ്തവൻ, ഇബാദത്ത് ചെയ്തവൻ. അല്ലാഹു സൂചിപ്പിക്കുന്നുണ്ട് സൂറത്തുൽ ഹജ്ജിന്റെ 11-12 വചനങ്ങളിൽ ചില മനുഷ്യന്മാരെ. ആലോചിക്കണേ, നന്നായിട്ട് ശ്രദ്ധിക്കണേ. മനുഷ്യരിൽ ചില വിഭാഗം ആളുകളുണ്ട്, അവരുടെ പ്രത്യേകത എന്താണ്? ജീവിതത്തിൽ ഖൈർ ലഭിക്കുമ്പോ, സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോ, സൗഖ്യങ്ങൾ ജീവിതത്തിൽ ലഭിക്കുമ്പോ അവര് ശാന്തരാണ്, പ്രശ്നങ്ങളില്ല, ഒരു പുഞ്ചിരിയോടുകൂടി അവര് നടന്നു പോകുന്നത് കാണാം.
പള്ളിയിലും മറ്റു നന്മകളുടെ ഗേഹങ്ങളിലും സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും നമുക്ക് അവരെ കാണാം. ഇനി അടുത്തത് അല്ലാഹ് പറയുന്നത് ശ്രദ്ധിക്കണേ, ഇനി അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായാലോ, സങ്കടം ഉണ്ടായാലോ, ദുഃഖങ്ങൾ അല്ലാഹ് നൽകിയാലോ, വേദനകൾ ഉണ്ടായാലോ, ജീവിതത്തിൽ പരീക്ഷണങ്ങൾ അല്ലാഹ് നൽകിയാലോ, അയാൾ യൂട്ടേൺ അടിക്കുകയാണ്, അയാൾ തിരിഞ്ഞു നടക്കുകയാണ്. ഇതുവരെ അയാൾ എങ്ങനെയായിരുന്നു? അള്ളാഹുവിന് ഇബാദത്ത്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒന്നാമത് അല്ലാഹ് അവരെ പറ്റി പറഞ്ഞത് എന്താ? അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്ത മനുഷ്യന്മാരാണവർ. പക്ഷേ പ്രതിസന്ധികൾ, പരീക്ഷണങ്ങൾ, സങ്കടങ്ങൾ, രോഗങ്ങൾ, കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ അവരെ സമീപിച്ചപ്പോൾ, അവരെ ബാധിച്ചപ്പോ അവർ തിരിഞ്ഞു നടന്നു. എന്താ അവരുടെ തിരിഞ്ഞു നടത്തം? 12-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറഞ്ഞു, എന്താ അവരുടെ തിരിഞ്ഞു നടത്തം? അവർ ദുആ ചെയ്യും, മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ മറ്റു പലരോടും. ഇതുവരെ അവർ ആരോടാ പ്രാർത്ഥിച്ചത്? അല്ലാഹുവിനോടാണ്. അവരെ പറ്റിയിട്ട് അല്ലാഹ് പറഞ്ഞത് അവരുടെ ദുനിയാവ് പരാജയപ്പെട്ടത് തന്നെയാണ്, വൽ ആഖിറ, പരലോകവും പരാജയപ്പെട്ടത് തന്നെയാണ്. ഇത് തന്നെയാണ് ഏറ്റവും ഭീകരമായ പരാജയം. ഇതിലപ്പുറം വേറൊരു പരാജയമല്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? സുഖം ഉണ്ടാകുമ്പോ, സന്തോഷം ഉണ്ടാകുമ്പോ, ആരോഗ്യം ഉണ്ടാകുമ്പോൾ, സാമ്പത്തികമായ സുസ്ഥിതി, നല്ല സുസ്ഥിതിയായിരിക്കുമ്പോഴും ഇത്തരം സന്ദർഭങ്ങളിൽ മാത്രമല്ല പള്ളിയിൽ ഉണ്ടാവേണ്ടത്. അത്തരം സന്ദർഭങ്ങളിൽ മാത്രമല്ല ഇബാദത്തുകൾ അല്ലാഹുവിലേക്ക് അർപ്പിക്കേണ്ടത്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ, കഷ്ടപ്പാടുണ്ടാകുമ്പോഴും മരണമില്ലാത്ത, എന്നെന്നും ജീവിച്ചിരിക്കുന്ന, നമ്മുടെ പ്രശ്നങ്ങളെ സസൂക്ഷ്മം അറിയുന്ന, നമ്മുടെ ഏത് പ്രതിസന്ധികളും നാം പറഞ്ഞിട്ടില്ലെങ്കിലും പോലും അറിയാവുന്ന, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്ന, പല പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും പൂർവീകർക്കുണ്ടായപ്പോ ആ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പരിഹാരം ഉണ്ടാക്കിക്കൊടുത്ത റഹ്മാനായ റബ്ബിലെ, ആ റബ്ബിനെ നമ്മൾ, ആ റബ്ബിൽ തവക്കുലാക്കാൻ കഴിയണം. തീക്കുണ്ടാരത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് തണുപ്പേകിയ റബ്ബിലേക്ക് നിങ്ങൾ തവക്കുലാക്കണം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ചെങ്കടലിലൂടെ വിശാല വിസ്തൃതമായി കിടക്കുന്ന ആ സമുദ്രത്തിലൂടെ ഉണങ്ങിയ വഴി രൂപപ്പെടുത്തി കൊടുത്ത റബ്ബിലേക്ക് നിങ്ങൾ തവക്കുലാക്കണം. വാർദ്ധക്യത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സന്ദർഭത്തിലും തന്റെ കുട്ടിക്ക് വേണ്ടി അള്ളാഹുവിലേക്ക് തവക്കുലാക്കിയപ്പോ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മകനെ നൽകിയ അള്ളാഹുവിലേക്ക് നിങ്ങൾ തവക്കുലാക്കണം. മാരകമായ രോഗം ബാധിച്ചുകൊണ്ട് അങ്ങേ അറ്റം പ്രയാസപ്പെട്ട് അന്നീ മസ്സനിയല്ലുറു വഅൻത അർഹമർ റഹീമീൻ പ്രാർത്ഥിച്ച അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ രോഗം മാറ്റിക്കൊടുത്ത റബ്ബിലേക്ക് നിങ്ങൾ തവക്കുലാക്കണം. ആ റബ്ബിലേക്കാണ് തവക്കുലാക്കേണ്ടത്. മരണപ്പെട്ടവരിലേക്കല്ല, ജാറങ്ങളിലേക്കല്ല, ഖബറുകളിലേക്കല്ല, മഹത്തുക്കളിലേക്കല്ല, ശൈഖുമാരിലേക്കല്ല. ഫതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്. അവരൊക്കെ മരണപ്പെട്ടു പോയതാണ്. ജീവിച്ചിരിക്കുന്നത് റഹ്മാനായ റബ്ബാണ്. ആ റബ്ബിലേക്കാണ് നിങ്ങൾ തവക്കുലാക്കേണ്ടത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ എത്രയെത്ര മാതൃകകളാണുള്ളത്. നോക്കൂ, തന്റെ കുട്ടിയെയും കൊണ്ട്, ഹാജറിനെയും കൊണ്ട്, തന്റെ ഭാര്യയെയും കുട്ടിയെയും കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മക്കയുടെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് പോവുകയാണ്. അന്നവിടെ കഅബയില്ല, അന്നവിടെ ആ രൂപത്തിലുള്ള ജീവിക്കാനുള്ള സാഹചര്യങ്ങളില്ല. അദ്ദേഹം അവിടെ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം തന്റെ ഭാര്യയെയും കുഞ്ഞിനെയും അവിടെ ആക്കിയിട്ട് തിരിച്ചു വരുന്ന ഒരു രംഗമുണ്ട്. അള്ളാഹു അതെടുത്തു പറയുന്നുണ്ട്. അദ്ദേഹം അള്ളാഹുവിലേക്ക് കൈയുയർത്തി പറഞ്ഞു, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സർ ഇൻദ ബൈതികൽ മുഹറം. അല്ലാഹുവേ,
ഈ മക്കയിൽ എന്റെ കുഞ്ഞിനെയും ഭാര്യയെയും ഞാൻ കൊണ്ടുവിട്ട് തിരിച്ചു പോവുകയാണ്. കൃഷിയൊന്നുമില്ലാത്ത, അവർക്ക് കഴിക്കാൻ ഭക്ഷണമില്ലാത്ത, അവരെ സഹായിക്കാൻ ആരോരുമില്ലാത്തൊരവസ്ഥയിലാണ് റബ്ബേ ഞാൻ തിരിച്ചു പോകുന്നത്. അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കുകയാണ് അദ്ദേഹം. വേറെ ആരെ ഏൽപ്പിക്കാനില്ല, വേറൊരാളും അവിടെ ഇല്ല. അത്തരം സന്ദർഭത്തിൽ പിഞ്ചു കുഞ്ഞിനെയും ഒരു പെണ്ണിനെയും മനസ്സിലാക്കണം, ഒരു സഹോദരിയെയും അവിടെ തനിച്ചാക്കി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു പോവുകയാണ്. അവിടെ നമുക്ക് കാണാം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ, അവിടെ യാതൊരു തരത്തിലുള്ള അവിടെ ആരുമില്ല, അവിടെ ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കുകയില്ല. വെറും മണൽക്കൂനകളും വെറും പാറക്കെട്ടുകളും മാത്രമുള്ള മരുഭൂമിയാണ് അന്ന് മക്ക. ഇന്നത്തെ മക്കയല്ല. ഇന്ന് വലിയ വലിയ ടവറുകൾ, വലിയ വലിയ ബിൽഡിങ്ങുകൾ, അന്നതില്ല. ആ മക്കയിൽ തനിച്ചാക്കി കൊണ്ടുപോകുമ്പോ ഹാജറ ബീബി തിരിഞ്ഞു വരുന്നുണ്ട്. ഇബ്രാഹിം നബിയുടെ പിന്നാലെ വന്നുകൊണ്ട് ചോദിക്കുന്നു, യാ ഇബ്രാഹിം ഐന തദ്ഹബു വതത്രുകുനാ ബിഹാദൽ വാദിൽ ലദീ ലൈസ ഫീ അനീസും വലാ ശൈ. ആരോരുമില്ലാത്ത ഈ മരുഭൂമിയിൽ ഞങ്ങളെ തനിച്ചാക്കി ഇബ്രാഹിമേ താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇബ്രാഹിം നബിയോട് ചോദിക്കുകയാണ്. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മറുപടിയും പറഞ്ഞില്ല. പല തവണ മഹദി ഹാജർ ആവർത്തിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ഇബ്രാഹിം നബി മറുപടി പറയുന്നില്ല. അവസാനം ഹാജറ ബീബി ചോദിക്കുകയാണ്, അല്ലാഹു അമറക ബിഹാദാ, ഇങ്ങനെ ചെയ്യാൻ, ഞങ്ങളെ ഈ മരുഭൂമിയിൽ കൊണ്ടുവിടാൻ അല്ലാഹുവാണോ ഇബ്രാഹിമേ താങ്കളോട് കൽപ്പിച്ചത്? ഇബ്രാഹിം നബി തിരിഞ്ഞു നിൽക്കുന്നു, മറുപടി പറഞ്ഞു, നഅം, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ഞാൻ നിന്നെയും ഈ പൊന്നുമോനെയും ഇവിടെ തനിച്ചാക്കി പോകുന്നത്. അപ്പോ മഹദി പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ കോരിയിടേണ്ട, സഹോദരിമാരുടെ മനസ്സിൽ കോരിയിടേണ്ട ഒരു വർത്തമാനം. മഹദി ഹാജറ പറയുകയാണ്, ധൈര്യമായി താങ്കൾ പോയിക്കോളൂ, അള്ളാഹു ഞങ്ങളെ കൈവിടുകയില്ല. അള്ളാഹുവിലേക്കല്ലേ അങ്ങ് ഭരമേൽപ്പിച്ചിട്ടുള്ളത്, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമല്ലേ അങ്ങ് പോകുന്നത്. അവൻ ഞങ്ങളോടൊപ്പം ഉണ്ടാകും, അവന്റെ സംരക്ഷണം ഞങ്ങൾക്കുണ്ടാകും, ഞങ്ങൾക്കൊരു പ്രയാസവും ഏൽക്കില്ല. അങ്ങ് സങ്കടപ്പെടേണ്ട, അങ്ങ് ധൈര്യമായി മുന്നോട്ട് പോയിക്കോളൂ. ഈമാനുള്ള ഒരു സഹോദരിയുടെ വർത്തമാനമാണ്. നമ്മുടെ സഹോദരികൾക്ക് ഈ ഈമാനുണ്ടോ? ഇബ്രാഹിം നബിയുടെ ഈമാൻ സഹോദരങ്ങളെ നമുക്കുണ്ടോ? ഈ ഈമാൻ നമ്മൾ നേടിയെടുത്താൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിനെ പുഷ്പങ്ങളെ പോലെ കൈകാര്യം ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും. അതിന് വേണ്ടത് മാനസികമായി പവർഫുൾ ആവുക, സ്ട്രോങ് ആവുക എന്നുള്ളതാണ്. അതിന് മോട്ടിവേഷൻ ക്ലാസുകളല്ല നമുക്ക് പ്രചോദനമാവേണ്ടത്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹൃദയത്തിൽ പ്രവേശിപ്പിച്ച അള്ളാഹുവിനുള്ള അചഞ്ചലമായ തൗഹീദ്, ഇതൊന്നുകൊണ്ട് പ്രശ്നങ്ങളെ സമീപിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. സങ്കടങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും, ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഉണ്ടാകും, രോഗങ്ങൾ ഉണ്ടാകും, വേദനകൾ ഉണ്ടാകും. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറ വബശ്ശിരിസ് സാബിരീൻ. ക്ഷമിക്കാൻ കഴിയണം. ഏത് പ്രതിസന്ധികളിലും ക്ഷമിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണമെന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് എനിക്കും നിങ്ങൾക്കും പഠിപ്പിച്ചു തരുന്നത്. അത്തരം പ്രതിസന്ധികളൊക്കെ അല്ലാഹുവിന്റെ ഖദാ ആണെന്നും അള്ളാഹുവിന്റെ വിധിയാണെന്നും അള്ളാഹുവിന്റെ പരീക്ഷണമാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിലൊക്കെ ക്ഷമയെ അവലംബിച്ചുകൊണ്ട് ഈമാൻ കൊണ്ട് അത്തരം പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം വിഷയങ്ങളെ, പ്രയാസങ്ങളെ, സങ്കടങ്ങളെയൊക്കെ ഈമാൻ കൊണ്ട് തരണം ചെയ്യാൻ തക്കതായ ഈമാൻ അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ആദ്യ ദിവസങ്ങളിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. ഏറെ മഹനീയമായ ഈ ദിവസങ്ങളിൽ കഴിവിന്റെ പരമാവധി അമലുകൾ പ്രവർത്തിച്ച് തിന്മകളിൽ നിന്നൊക്കെ മാറി നിന്ന് അള്ളാഹുവിലേക്ക് അടുക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അടുത്ത ദുൽഹിജ്ജ 9 ന്
ഓരോ ദിവസങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ദുൽഹിജ്ജ 9 അറഫ ദിനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മഹനീയമാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന ഹദീസുകൾ ഒരുപാട് വിഷയത്തിലുണ്ട്. ആ ദിവസമുള്ള പ്രാർത്ഥനയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ, ഏറ്റവും നല്ല പ്രാർത്ഥന അത് അറഫാ ദിനത്തിലുള്ള പ്രാർത്ഥനയാണ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് അന്നത്തെ ദിവസം പ്രാർത്ഥിച്ചിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതേ രൂപത്തിൽ തന്നെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയ നോമ്പ്, അറഫ നോമ്പിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനതല്ലതി ഖബ്ലഹു വസനതല്ലതി ബഅദഹു. കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണ്. പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അറഫ നോമ്പിലൂടെ മായ്ച്ചു കളയുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും ആ അറഫ നോമ്പ് അതിന്റെ പ്രാധാന്യത്തോടുകൂടെ നമ്മൾ ഓരോരുത്തരും അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിക്കൊണ്ട് നോൽക്കുകയും വേണം.